കിച്ചണിൽ നിന്ന് വരുന്ന പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന വെള്ളം നമ്മൾ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് പോയപ്പോൾ ഒരു അടിപൊളി സ്റ്റാർട്ടപ്പ് ഐഡിയ കണ്ടു. എന്താണ് ആ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താം. സ്ക്വാസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി കേരളത്തിലെ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സീവേജ്, സൺലൈജ് അങ്ങനെയുള്ള എല്ലാ വാട്ടറും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കിച്ചണിലെ വേസ്റ്റ് വെള്ളം നമ്മളിപ്പോൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ട്രീറ്റ് ചെയ്ത് ഫിൽറ്ററിലൂടെ നല്ല ക്ലിയർ വാട്ടറായിട്ട് അതിൻ്റെ BOD COD ലെവലൊക്കെ ഒരു 80% താഴെ റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി എല്ലാ pH എല്ലാം നോംസിനനുസരിച്ചാണ് ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വേഷനാണ് ഇപ്പോൾ നമ്മൾ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കിച്ചണിലെ വെള്ളം വരുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് ഫുഡ് പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് വെള്ളവും നമ്മൾ ഇതിനകത്തേക്ക് കളക്ട് ചെയ്യുന്നു. അതിനകത്തുള്ള എല്ലാ ഓയിൽ അങ്ങനെയുള്ള എല്ലാ സെഡിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്തേക്ക്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പമ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഒരു മൊബൈൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് നമ്മൾ ലൈവ് പമ്പ് ചെയ്ത് കയറ്റുകയാണ്. നമ്മുടെ തന്നെ സ്ക്വാസിൻ്റെ ഒരു പൗഡറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. This is a squash seed powder. Here we are using per minute dosage of 30 grams. This flow rate now is around 3000 liter per hour. Based on the flow rate, we'll measure the powder amount and every minute it has to be dosed. Now I have taken around 30 grams and this I will dose based on time. Now actually we are doing manually, but we also have this automatic dosing. So raw water is coming in first tank. This is our first tank. From here water is overflowing and coming to second tank. From second tank again overflow will happen and it will come to third tank. And in second tank we are doing coagulant dosing. After mixing coagulant, raw water will coagulate and sludge and raw water will separate and clean water will get clean water. From here the water is overflowing and going to here this tank, and here as you can see here raw water and is coagulated and clean water and sludge is separated. From here sludge we are separating sludge from clean water through this dewatering machine. Here sludge will be separated and it will be converted to thick cake as you can see from here, and clean water will pass from here to the output to sand filter. ഇതിപ്പോൾ വലിയ പ്രോജക്റ്റുകൾക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ഹോട്ടലുകൾ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു ഡെമോ സിസ്റ്റം, ഒരു തീരെ ചെറിയ ഒരു പ്രോജക്റ്റാണ്. ഇതൊരു ബാച്ച് സിസ്റ്റമാണ് ചെയ്യുന്നത്. ഈ 2 സ്റ്റേജാണ് നമുക്കുള്ളത്. ഒന്ന് നമുക്ക് വാഹനത്തിൽ ഒരു മൊബൈൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് സൈറ്റുകളിൽ ചെന്ന് ട്രീറ്റ് ചെയ്ത് കൊടുക്കാം. സീവേജ് ട്രീറ്റ്മെൻറ്റും ഏത് സൈറ്റിലും വന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ട്രീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റമാണ് നമ്മളുടെ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റായിട്ട്. ഇത് ഫുൾ സോളാറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ബാച്ച് പ്രോസസ്സിന് ആയിട്ടുള്ള 2 സിസ്റ്റം. നമുക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് വളരെ ലോ കോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഫൈനൽ ഔട്ട്ലെറ്റ് കൊണ്ടാണ് നമുക്ക് എടുക്കുന്നത്. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്ലെറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ റോ വാട്ടർ, അത് നമുക്ക് കളക്ട് ചെയ്ത് കിച്ചണിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളമാണിത്. നമ്മൾ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ pH നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ 7 വരുന്നുണ്ട്. 6.5 മുകളിൽ 7 വരുന്നുണ്ട്. ഇത് നമ്മുടെ റോ വാട്ടറിൽ ഇത് 3 തന്നെ, 3 ആണ്. ഇതിൻ്റെ pH റോ വാട്ടറിൽ എപ്പോഴും pH കുറവായിരിക്കും. ഈ കാണുന്ന സെഡിമെൻറ്റ്സ് ഇപ്പോൾ ഇത് ഈ രൂപത്തിൽ വരുന്നത് കണ്ട സ്ലഡ്ജ് നമ്മൾ വരുന്നത് അതിൽ വരുന്ന സ്ലഡ്ജാണ്. അത് ഡ്രൈ ആയിട്ട് ആ പ്രസ്സിലൂടെ ഡ്രൈ ആയിട്ട് വരും. നമുക്കിപ്പോൾ ഇത് ഇറിഗേഷനാണ്. നമ്മൾ സാധാരണ ഒന്നെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക് മാറ്റിവിടെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ട് നമുക്ക് ഗാർഡനിങ്ങിന് ഉപയോഗിക്കാം, നനക്കാനായിട്ട് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ സെഡിമെൻറ്റ്സ് നമുക്കൊരു വളമായിട്ട്, നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം.